വൻകിട കുത്തകകൾ കേരളത്തിന്റെ കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് രംഗത്തെ വെട്ടിവിഴുങ്ങാൻ തയ്യാറായപ്പോൾ സംഘടിത ശക്തി കൊണ്ട് കുത്തക കമ്പനികളെ അതിജീവിച്ചവരാണ് കേരളത്തിലെ കേബിൾ ടിവി ഓപ്പറേറ്റർമാരെന്ന് അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരൂർ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ പൂരനഗരിയാക്കി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക ഘോഷയാത്ര. തെയ്യവും തിറയും പഞ്ചാരി ശിങ്കാരി മേളങ്ങളും മറ്റ് നാടൻ കലാരൂപങ്ങളും അണിനിരുന്ന ഘോഷയാത്ര നയനാനന്ദകരമായി. കേബിൾ ടിവി ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും ജീവനക്കാരും ഘോഷയാത്രയിൽ അണിനിരുന്നു. തിരൂർ ബസ് സ്റ്റാൻഡിന് സമീപം റിംഗ് റോഡിൽ നിന്ന് ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര നഗരം ചുറ്റി സമ്മേളന നഗരിയായ മുനിസിപ്പൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ സമാപിച്ചു. വൻകിട കുത്തകകൾ കേരളത്തിന്റെ കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് രംഗത്തെ വെട്ടിപിഴുങ്ങാൻ തയ്യാറായപ്പോൾ സംഘടിത ശക്തി കൊണ്ട് കുത്തക കമ്പനികളെ അതിജീവിച്ചവരാണ് കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാരെന്ന് അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള പറഞ്ഞു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 8ാം നൂറ്റാണ്ട്, 9ാം നൂറ്റാണ്ട്, 10ാം നൂറ്റാണ്ട്, 11ാം നൂറ്റാണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര മേഖല നിയന്ത്രിച്ചിരുന്ന രാജ്യം ഭാരതമായിരുന്നു. ഏതാണ്ട് 27% ലോകത്തിൻ്റെ വ്യാപാരക്രമം നിയന്ത്രിച്ച നാടായിരുന്നു ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും നമ്മുടെ വർത്തമാന ഭാരതവും ഉൾപ്പെടുന്ന ഇന്ത്യ രാജ്യം എന്നുള്ളതാണ് വസ്തുത. പക്ഷേ പോർച്ചുഗീസുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു, അത്തരം വിദേശ ശക്തികളെല്ലാം വന്ന് കീഴടക്കി നമ്മെ കൊള്ളയടിച്ചതോടെയാണ് 47 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ലോക വ്യാപാരക്രമത്തിൻ്റെ വെറും 2% മാത്രം ബാലൻസ് ഷീറ്റിലുള്ള ഒരു രാജ്യമായിട്ടാണ് നമ്മൾ മാറിയത്. അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ബൗദ്ധനെന്നോ സിഖുകാരെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ BJPയോ കോൺഗ്രസോ CPMോ അതൊക്കെ രാഷ്ട്രീയമായി എതിരാളികളായി നിൽക്കേണ്ടവരാണ്. പക്ഷെ അതേസമയത്ത് രാജ്യ താല്പര്യത്തിന് വേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കണം. സമ്മേളനത്തിൽ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. കുറുക്കോളി മൊയ്തീൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള കേബിൾ ടിവി ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും ജീവനക്കാരും പൊതുസമ്മേളനത്തിലും സാംസ്കാരിക ഘോഷയാത്രയിലും പങ്കെടുത്തു. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ പ്രൗഢമായ സദസ്സിൽ വെച്ച് ആദരിച്ചു. തുടർന്ന് കലാകാരന്മാർ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. പൊതുസമ്മേളനത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ M. അബൂബക്കർ സിദ്ദിഖ്, സിഡ്കോ പ്രസിഡന്റ് K. വിജയകുമാർ, കേരള വിഷൻ ചെയർമാൻ K. ഗോവിന്ദൻ, COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് M. രാജ്മോഹൻ, ട്രഷറർ ബിനു ശിവദാസ്, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PS സിബി തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഡോക്ടർ V. ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ
സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. VKC ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ VKC റസാഖ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്വാഗത സംഘം ജനറൽ കൺവീനർ M അബൂബക്കർ സിദ്ദിഖ്, COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് M രാജ്മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.